الحمد لله الكريم المنان المتفضل على عباده بأصناف النعم وأنواع الإحسان وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله المبعوث بالهدى والرحمة والصلاح القلوب والأبدان صلى الله عليه وآله وأصحابه والتابعين لهم بإحسان وسلم تسليما كثيرا أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, ഇന്ന് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും അശാന്തമായ കൂട്ടക്കരച്ചിലുകളും ഒരു ഭാഗത്ത് പിഞ്ചു പൈതങ്ങളുടെ ദീനരോധനവും അവരുടെ കൂട്ടത്തോടുകൂടിയുള്ള മയ്യത്ത് മറമാടലുകളും മറ്റൊരു ഭാഗത്ത് നിർഗലിക്കുന്ന കണ്ണീരോടെ വേദനിക്കുന്ന മനസ്സിന്റെ നൊമ്പരത്തോടുകൂടി ഇനി എങ്ങോട്ട്, ഇനി എന്ത് എന്ന് തിരിച്ചറിയാനാവാത്ത വിധത്തിലുള്ള നിഷ്കളങ്കരായ മനുഷ്യരുടെ പലായനവും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് പല വിധത്തിലുള്ള യുദ്ധങ്ങളെക്കുറിച്ച് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു പക്ഷേ ആ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള, അവിടുത്തെ സ്വത്തുവകകൾ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള അധിനിവേശത്തിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയാകാം, ഇനി അതുമല്ലെങ്കിൽ കച്ചവട വാണിജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയാകാം, അതുമല്ലെങ്കിൽ ആയുധങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയാകാം. ഇസ്ലാമികമായ ചരിത്ര വായനയിലൂടെ കടന്നുപോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള യുദ്ധങ്ങൾ നടന്നതായി നമുക്ക് വായിക്കാൻ സാധിക്കും. പക്ഷേ ആ യുദ്ധങ്ങളൊന്നും തന്നെ ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ ലാഭങ്ങൾക്ക് വേണ്ടിയോ ആയിരുന്നില്ല. ഒന്നില്ലെങ്കിൽ ആ ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടി, മർദ്ദിതമായ പീഡിതരായ ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ, ഒരു ജനതയുടെ നിലനിൽപ്പിന് വേണ്ടി, അതുമല്ലെങ്കിൽ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ അവരിലേക്ക് നൽകിയിട്ടുള്ള ആദർശ നിലപാടുമായി ബന്ധപ്പെട്ട സംരക്ഷണത്തിനും പ്രചാരണത്തിനും വേണ്ടി ആയിരുന്നു ഇസ്ലാം പരിചയപ്പെടുത്തിയ എല്ലാവിധ യുദ്ധങ്ങളും സംഭവിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന, ഒരു വിശ്വാസിയുടെ ആദർശപരമായ ജീവിതത്തിന് കരുത്തേകാൻ കഴിയുന്ന ഒരു യുദ്ധത്തിന്റെ ചരിത്ര താളുകളാണ് യഥാർത്ഥത്തിൽ ഹിജ്റ 2-ാം വർഷം റമളാൻ 17 സംഘടിപ്പിക്കപ്പെട്ട ബദർ എന്ന യുദ്ധം. എന്തുകൊണ്ടാണ് ബദർ യുദ്ധമുണ്ടായത്? ആരായിരുന്നു ബദറിൽ ഏറ്റുമുട്ടിയ രണ്ട് വിഭാഗം ആളുകൾ? സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ, സുഹൃത്തുക്കളായി ജീവിച്ചിരുന്നവർ, സ്വന്തം നാട്ടിൽ ഒരു വീടിന്റെ അപ്പുറവും ഇപ്പുറവും ജനിക്കാൻ സൗഭാഗ്യം ലഭിച്ചവർ. അവർ തമ്മിലാണ് പരസ്പരം ബദറിൽ ഏറ്റുമുട്ടിയത്. എന്തിനു വേണ്ടിയായിരുന്നു പ്രിയപ്പെട്ടവരെ അവർ തമ്മിൽ ഏറ്റുമുട്ടിയത്? ബദർ എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ഗുണപാഠങ്ങളിലൂടെയാണ്
വിശ്വാസികളായി എനിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതിലൊന്ന്, ബദർ നൽകുന്ന സന്ദേശമായി ചരിത്രം പഠിപ്പിക്കുന്നത് ഈമാനുൽ ഹഖ് എന്നാണ്. 2, ഇത്തിബാ റസൂലാൻ. 3, ഹുബ്ബുർ റസൂലാൻ. 4, ഹുബ്ബുദ്ദീനാണ്. 5, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. 6, കുടുംബമല്ല വലുത്, ആദർശമാണ് വലുത് എന്ന് പഠിപ്പിക്കലാണ്. 7, നിഷ്കളങ്കമായ പ്രാർത്ഥനാ നിർഭരമായ ജീവിതമാണ്. 8, തൻ്റെ ജീവിതത്തിൽ ഏതൊരു നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോഴും സബർ അനിവാര്യമാണ് എന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണ് ബദർ എന്നത്. 9, ഏതൊരു പ്രതിസന്ധിയിലും പ്രയാസത്തിലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അടിയുറച്ച തവക്കലാണ്. ഈ കാര്യങ്ങളിലൂടെയാണ് ബദർ എന്ന ഒരു സന്ദേശം വിശ്വാസികളായ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുകും വയുസബ്ബിത് അഖദാമകും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തെ, അല്ലാഹുവിന്റെ പ്രബോധനത്തെ, അല്ലാഹുവിന്റെ ആദർശത്തെ സഹായിക്കുന്ന പക്ഷം, ആ സഹായിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ടോ, ഫിത്നകൾ അനുഭവിക്കുന്നുണ്ടോ, ഷർറുകൾ ആളുകൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ടോ, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കുകയും ആ പ്രതിസന്ധി ഘട്ടത്തിൽ, ആ പ്രയാസങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതം ആടിയുളയുന്ന ആ ഒരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കാലുകളെ അടിയുറപ്പിച്ചു നിർത്തുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, അത് ജീവിതത്തിൽ സ്വീകരിച്ചാൽ പോരാ. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും അതിന്റെ കൂടെ സ്വന്തം ജീവിതത്തിൽ അമൽ സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാരുണ്ട്? അതിന്റെ കൂട്ടത്തിൽ തന്നെ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കാനും ആർക്കാനും സാധിക്കുക എങ്കിൽ അല്ലാഹു അവരെ സഹായിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ബദർ എന്ന് കേൾക്കുമ്പോൾ ഈമാനുൽ ഹഖ്, അതിൽ ഉറച്ചു നിൽക്കാനുള്ള താക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമത്, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാനാണ് ബദർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രവാചകൻ ഒരു സ്ഥലത്തു കൂടി എവിടെ തമ്പടിക്കണം, എവിടെ താമസിക്കണം, എവിടെ വെള്ളം കിട്ടും, എവിടെ താമസിച്ചാലാണ് പ്രൊട്ടക്ഷൻ ഉണ്ടാവുക, പ്രവാചകൻ ശൂറ കൂടിയിട്ട് സ്വഹാബികളുമായി ആലോചിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആ ആലോചനയിലൂടെ ഒരു തീരുമാനത്തിലെത്തിയാൽ ആ പ്രവാചകനെ അനുസരിക്കുക എന്നുള്ളത് വിശ്വാസികളായ നമ്മുടെ ബാധ്യതയായിട്ടാണ് പഠിപ്പിക്കപ്പെടുന്നത്. അതിനുവേണ്ടി പ്രവാചകൻ ശൂറ കൂടി ചർച്ച ചെയ്യാൻ മുഹാജിറുകളുടെ ഭാഗത്തേക്ക് പ്രവാചകൻ നോക്കി, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് പ്രവാചകൻ ചോദിച്ചു. മുഹാജിറുകളുടെ ഭാഗത്ത് നിന്ന് മഹാനായ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നാ ലാ നഖൂലു ലക കമാ ഖാലത്ത് ബനൂ ഇസ്രാഈൽ ലിമൂസ. മൂസാ നബി അലൈഹിസ്സലാമയോട് ബനൂ ഇസ്രാഈല്യർ പറഞ്ഞതുപോലെ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് ബനൂ ഇസ്രാഈല്യർ മൂസാ നബിയോട് പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഒരിക്കലും അങ്ങയോട് പറയില്ല. അങ്ങയുടെ മുമ്പിലും പിന്നിലും സൈഡിലും വലതും ഇടതുമായി എന്റെ പ്രവാചകന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും റസൂലേ. മുഹാജിറുകൾ എന്തിനും തയ്യാറാണ് എന്ന് പ്രവാചകൻ ആശ്വാസത്തിന്റെ വചനങ്ങൾ ഉരുവിടുന്ന മഹാരഥന്മാരായ മുഹാജിറുകളെ കുറിച്ച് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. പ്രവാചകൻ രണ്ടാമത് അൻസാറുകളുടെ ഭാഗത്തേക്ക് നോക്കി. അൻസാറുകൾക്ക് മനസ്സിലായി അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. അങ്ങനെ അൻസാറുകളുടെ നേതാവായിരുന്ന മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് എഴുന്നേറ്റ് നിന്നു. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് ഇസ്ലാമിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചപ്പോൾ യാതൊരുവിധ ദുന്യവിയായ ലാഭേച്ഛകളും കൂടാതെ അങ്ങയെ പിൻപറ്റിയവരാണ് അൻസാറുകൾ. അങ്ങ് എന്തൊന്നാണോ ഞങ്ങളോട് കൽപ്പിക്കുന്നത് അത് അതേ രൂപത്തിൽ അനുസരിക്കാൻ അൻസാറുകൾ കാതോർത്തിരിക്കുകയാണ്. ഒന്നും ചോദിക്കാതെ, ഒരു സംശയവും തീർക്കാതെ യൂഫ്രട്ടീസിന്റെ നദീതീരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോകാൻ അൻസാറുകൾ കാത്തിരിക്കുകയാണ് പ്രവാചകരെ. അതുകൊണ്ട് അൻസാറുകളെ പറ്റി അങ്ങേക്ക് യാതൊരുവിധ സംശയവും ഭയവും വേണ്ട.
എന്ന് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുന്നു. രണ്ട് ഭാഗത്തു നിന്നും ആശ്വാസത്തിന്റെ വാക്കുകൾ കിട്ടി. പ്രവാചകന് വല്ലാത്ത സന്തോഷവും ഊർജവുമാണ് ആ ഒരു സന്ദർഭത്തിൽ സമ്മാനിക്കപ്പെട്ടത് എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്ര പാഠങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ പ്രവാചകനെ അനുസരിക്കാൻ കൂടി പഠിപ്പിച്ച ഒരു യുദ്ധ സമയമായിരുന്നു ബദർ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 3 ഹുബ്ബുർ റസൂലാണ്. ഏതൊരു പ്രയാസത്തിലും ആ പ്രവാചകന്റെ കൂടെ തൂണോട് തൂൾ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു സ്വഹാബത്തിനെയാണ് ഇസ്ലാമിന്റെ ചരിതങ്ങൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്, അല്ലെ? ആ പ്രവാചകനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവർ. അതുകൊണ്ടാ അള്ളാഹുവിന്റെ ഹബീബ് സ്വഫ് ശരിയാക്കുമ്പോ അല്പം മുമ്പിലേക്ക് കാലുകൾ എടുത്തു വെച്ചിരുന്ന സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിലേക്ക് കുത്തിയിട്ട് പ്രവാചകൻ പറഞ്ഞു, സവാദ് ഒരല്പം കൂടി സ്വഫ് ശരിയാക്കി നിൽക്കുകയെന്ന്. എന്താ സവാദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലെ, അങ്ങനെ വേദനിപ്പിച്ചു എന്നാണ്, എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന. അള്ളാഹുവിന്റെ റസൂല് തന്റെ കുപ്പായം മാടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സവാദ്, തനിക്ക് ആഗ്രഹമുള്ളത്ര പ്രതികാരം ഈ മുഹമ്മദിനോട് ചെയ്തു കൊള്ളുക. മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു ആ പ്രവാചകനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുന്ന രംഗമാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുക, എന്താ സവാദെ ഈ കാണിക്കുന്നത്? എണ്ണത്തിന്റെ വലുപ്പത്തിന്റെ അഹങ്കാരം കൊണ്ട് ബദറിലേക്ക് വരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളെ നാളെയുടെ പുലർച്ചയിലേക്ക് കണ്ടുമുട്ടുമ്പോ അവരുമായി യുദ്ധം ചെയ്ത് തിരിച്ചു വരുമ്പോ എന്റെ പ്രവാചകനെ സ്നേഹിക്കാൻ ഒരിക്കൽ കൂടി സവാദിന് സൗഭാഗ്യം ലഭിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് റസൂലെ ഞാൻ അങ്ങയെ ചുംബിച്ചത് എന്ന് മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു ആ പ്രവാചകനെ സ്നേഹിച്ചുവെങ്കിൽ അതുപോലെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു അധ്യായമാണ് ബദർ യുദ്ധമെന്ന് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഉമ്മ കൂട്ടിയിട്ട് വരാം. പ്രായമായിട്ടില്ല, 13 വയസ്സുള്ള ഉമൈറിനും കൂട്ടി പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് ആ ഉമ്മ പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ മോന് വീട്ടിൽ നിന്ന് ഇരിക്കാൻ കഴിയുന്നില്ല, കരയാണ്, അവൻ ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല റസൂലെ. എന്താ ഉമ്മ കാരണം? അങ്ങയുടെ കൂടെ ഉമൈറിന് യുദ്ധത്തിൽ വരണം, അങ്ങയുടെ കൂടെ ഉമൈറിന് യുദ്ധത്തിന് വരണം. അവൻ അതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങ് അവനെ കൊണ്ടുപോകണം. അവനെ നൊന്ത് പ്രസവിച്ച ഉമ്മയായ ഞാനാണ് പറയുന്നത്, അവനെ ദയവായിട്ട് യുദ്ധത്തിന് കൊണ്ടുപോകണം. റസൂലുള്ള നല്ല രൂപത്തിൽ സംസാരിച്ച് ഉമൈറിനെ മാറ്റി നിർത്തി. കരച്ചിലടക്കാൻ കഴിയുന്നില്ല. ഉമൈർ മാത്രമല്ല, ഉമ്മയും കരഞ്ഞു. റസൂലിന് സഹിക്കാൻ പറ്റിയില്ല. റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബിയാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, റസൂലേ, എൻ്റെ അനിയൻ അങ്ങയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ബദറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിലൂടെ ഷഹീദാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരവസരം കൊടുത്തുകൂടെ? അള്ളാഹുവിന്റെ റസൂൽ സ്വീകരിച്ചു. ആ ബദർ യുദ്ധത്തിൽ കഷ്ണങ്ങളാക്കി ഇസ്ലാമിന്റെ ശത്രുക്കൾ മുറിച്ചു കളഞ്ഞു മഹാനായ ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ കുഞ്ഞു പ്രായത്തിൽ സ്വർഗത്തിന്റെ ശോഭാനങ്ങളിലേക്ക് ഉമൈർ കയറിപ്പോകുന്നത് ഞാൻ കാണുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകനെ സ്നേഹിക്കാൻ അവർ അത്രത്തോളം താല്പര്യരായിരുന്നു എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കൂടെ തന്നെ സ്വർഗത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ബദർ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്, അല്ലേ? ബദർ യുദ്ധം നടക്കാൻ പോവാണ്. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കഴിഞ്ഞു. ആ ഒരു സമയത്ത് മഹാനായ ഉമൈർ ബിൻ ഹുമ്മാം റളിയല്ലാഹു അൻഹു മക്കയിലെ ഏറ്റവും മാധുര്യമുള്ള രുചികരമായ കാരക്ക കഷ്ണങ്ങൾ ഒരു സഞ്ചിയിലാക്കിയിട്ട് തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഓരോ കാരക്കയും എടുത്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തിന്നുകയാണ്. ആ തിന്നുകൊണ്ടിരിക്കുന്നിടയിൽ ഉമൈർ ബിൻ ഹുമ്മാം റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഈ മാധുര്യമുള്ള രുചികരമായ കാരക്കകൾ വലിച്ചെറിഞ്ഞ് ഈ ബദറിന്റെ ഭൂമിയിൽ വന്ന് ഷഹീദായാൽ എനിക്ക് എന്ത് കിട്ടും റസൂലെ പ്രതിഫലം? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉമൈറിനോട് പറയാണ്, ഉമൈർ, താങ്കൾക്ക് സ്വർഗമുണ്ട്. ഉമൈർ, മാധുര്യമേറിയ കാരക്ക കഷ്ണങ്ങൾ വലിച്ചെറിഞ്ഞ് ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ഏറ്റുമുട്ടി പടപൊരുതി ഷഹീദാവാൻ അവർ ആഗ്രഹിച്ചു എന്നാണ്. അതിന്റെ ഒരൊറ്റ കാരണം എന്താ പ്രിയപ്പെട്ടവരെ? ദുനിയാവിന്റെ സമ്പാദ്യമായിരുന്നില്ല, ദുനിയാവിൽ ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങളായിരുന്നില്ല, ദുനിയാവിൽ ലഭിക്കുമായിരുന്ന അനുഗ്രഹീതമായ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നില്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് സ്വർഗമാകുന്ന ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അവർ ആഗ്രഹിച്ചത് എന്തിനാ? ആ സ്വർഗത്തിനാണ്. ആ സ്വർഗം ആഗ്രഹിക്കാനാണ് പ്രിയപ്പെട്ടവരെ ബദർ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ആ രൂപത്തിൽ ആ ബദറിനെ മനസ്സിലാക്കാൻ, ആ ബദറിൽ നിന്നും ഒരു ഊർജം ഉൾക്കൊള്ളാൻ വിശ്വാസികളായ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ
തൻ്റെ തുണി നിലത്ത് വിരിച്ചു. തൻ്റെ മുട്ടുകാലുകൾ അതിൻ്റെ തൊട്ടടുത്ത് ചവിട്ടി നിൽക്കുകയാണ്. എന്നിട്ട് റസൂൽ 2 കൈയും കക്ഷം കാണുമാറ് ആകാശത്തിൻ്റെ വിരിമാറിലേക്ക് ഇങ്ങനെ ഉയർത്തിയിട്ട് കണ്ണു നിന്നും കണ്ണീര് ഗണങ്ങൾ ബദറിന്റെ രണഭൂമിയെ നനക്കാൻ പാകത്തിൽ ഒഴുകുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിനോട് കിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്ത് നിറവേറ്റി തരണേ റബ്ബേ. അള്ളാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് എന്നിലേക്ക് കൊണ്ടുവരണേ റബ്ബേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹൽ ഹിസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദ് ഫിൽ അർളി അബദാ. അല്ലാഹുവേ ബദറിൽ നിൽക്കുന്ന ഈ കൊച്ചു സംഘത്തെ നീ പരാജയപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ ഈ ദുനിയാവിൽ നിന്നെ ആരാധിക്കുന്ന, നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, നിന്നോട് പ്രാർത്ഥിക്കുന്ന, നിന്നോട് മാത്രം സഹായം തേടുന്ന ഒരു കൊച്ചു സംഘവും പിന്നീട് ഉണ്ടാവുകയില്ല റബ്ബേ എന്ന് മഹാനായ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന രംഗണ്ട് സഹോദരങ്ങളെ. പ്രവാചകന്റെ ആ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന കണ്ടപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ തുണിക്കഷ്ണം എടുത്തിട്ട് പ്രവാചകന്റെ തോളിലിട്ടിട്ട് പറയാണ്, സഹോദരങ്ങളെ, യാ നബിയല്ലാഹ് മതി റസൂലേ, മതി, അള്ളാഹു അങ്ങയുടെ പ്രാർത്ഥനക്ക് ഉത്തരം തരാതിരിക്കുകയില്ല. അതേ സമയത്ത് കിബലയുടെ കില്ല പിടിച്ചിട്ട് ആരും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അബൂജഹലും പ്രാർത്ഥിച്ചതാ. ആരോടാ പ്രാർത്ഥിച്ചത്? ഇപ്പൊ മുദബ്ബിർ ആലത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ? മഴ പെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഇന്ന ആളാണെന്ന് പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിൽ ഇസ്ലാമിന്റെ ശത്രുവായ അബൂജഹല് കഅബത്തിന്റെ കില്ല വലിച്ചു പിടിച്ചിട്ട് പ്രാർത്ഥിച്ചത് ആരോടാ പ്രിയപ്പെട്ടവരെ? അല്ലാഹു മൻസുർ അലൽ ജുൻദൈൻ, അല്ലാഹുവേ നീ ഇരു കൂട്ടരിൽ ഉന്നതരായ സൈന്യത്തെയും വഅക്രമൽ ഫഅതൈൻ മാന്യമായ സംഘത്തെയും വഖൈറൽ ഖബീലതൈൻ ഏറ്റവും ഉദാത്തമായ ഗോത്രത്തെയും വിജയിപ്പിക്കണേ. ആരോട്? അല്ലാഹുവിനോടാ പ്രാർത്ഥിച്ചത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകുകയാണ്. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കളടക്കമുള്ള ആ സംഘമുണ്ടല്ലോ, നിങ്ങൾ ദുർബലരായിരിക്കെ ബദറിൽ വെച്ച് അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ലഅല്ലകും തഷ്കുറൂൻ, അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും ചെയ്യണട്ടോ. സഹോദരങ്ങളെ, ബദർ നൽകുന്ന അടുത്ത സന്ദേശം എന്നറിയോ? ആദർശാണ് വലുത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലഅ്മതൽ ലായിം. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടും. ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും അവർ ഭയപ്പെടുകയില്ല. ഒരാളുടെ ആക്ഷേപത്തെയും പരിഹാസത്തെയും കുത്തുവാക്കുകളെയും ഉപദ്രവങ്ങളെയും കളിയാക്കലുകളെയും മാറ്റി നിർത്തലുകളെയും ഒന്നും അള്ളാഹുവിന്റെ ആദർശത്തിന്റെ പേരിൽ അവർ ഭയപ്പെടുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഭയപ്പെടാതിരുന്നത് കൊണ്ടാ പ്രിയപ്പെട്ടവരെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബദറിൽ വെച്ച് തന്റെ മകൻ അബ്ദുറഹ്മാനുമായി ഏറ്റുമുട്ടുന്നത്. പിന്നീട് അബ്ദുറഹ്മാൻ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. കുടുംബബന്ധമല്ല വലുത്, ആദർശബന്ധ. അതുപോലെ തന്നെ ബദർ നൽകുന്ന മറ്റൊരു സന്ദേശമാണ് ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത്. ക്ഷമിക്കാൻ കഴിഞ്ഞപ്പോൾ വലിയ സംഘത്തിനെതിരെ ചെറിയൊരു കൊച്ചു സംഘത്തിന് അള്ളാഹു വിജയങ്ങൾ സമ്മാനിച്ചു എന്ന് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദു ഹല്ലിൻ അലീം. ക്ഷമ കൈകൊണ്ടവർക്കല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല. ഏതൊരു പ്രതിസന്ധിയെയും ക്ഷമ കൊണ്ട് അതിജയിക്കാനുള്ള കഴിവ് ക്ഷമിക്കുന്നവർക്ക് മാത്രമാണ് അള്ളാഹു നൽകുന്നത്. അങ്ങനെ ആരെങ്കിലും ക്ഷമിക്കാൻ തയ്യാറാണോ അവർക്ക് മഹാഭാഗ്യമാണ് ലഭിച്ചിട്ടുള്ളത്. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം നൽകപ്പെടുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ബദർ നൽകുന്ന അടുത്ത സന്ദേശമാണ് അടിയുറച്ച തവക്കുലുണ്ടാവുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ വഅലല്ലാഹി ഫല്യതവക്കൽ മുഅ്മിനീൻ. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ആരാണോ പ്രഖ്യാപിക്കുന്നത്, ആ പ്രഖ്യാപനത്തിന്റെ കൂടെ അള്ളാഹുവിന്റെ മേൽ ആരാണോ ഭരമേൽപ്പിക്കുന്നത്,
അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ എന്നാണ്. മയ്യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരെങ്കിലും അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മതിയായവനാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിൽ ബലമേൽപ്പിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും, അള്ളാഹു നമ്മെ സഹായിക്കും, അള്ളാഹു നമ്മെ സംരക്ഷിക്കും. സഹോദരങ്ങളെ, അതല്ലേ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയത് അല്ലേ? സഹായം തേടിയപ്പോഴോ, അള്ളാഹുവിൽ ബലമേൽപ്പിച്ചപ്പോഴോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം അനുഭവിച്ചിരുന്ന ദുഃഖത്തിൽ നിന്നും ക്ഷമനം നൽകുകയും അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആനാ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സഹോദരങ്ങളെ. 18 കൊല്ലാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗിയായി കിടന്നത്. എന്നിട്ട് സങ്കടപ്പെട്ടോ, നിരാശപ്പെട്ടോ, ദുഃഖിതനായോ? പ്രതീക്ഷകൾ മുഴുവനും അസ്തമിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനായിരുന്നോ? അല്ല. 18 കൊല്ലം രോഗിയായി കിടന്നിട്ടും മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, പടച്ചോനേ, നീയാണ് കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കരുണാമയൻ. അതുകൊണ്ട് എനിക്കൊരു ലുറ് ബാധിച്ചിട്ടുണ്ട് റബ്ബേ, പ്രയാസത്തിലായിട്ടുണ്ട് റബ്ബേ, നീ ആ പ്രയാസത്തെ നീക്കണേ എന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തപ്പോ 18 വർഷങ്ങൾക്കിപ്പുറം അയ്യൂബ് നബിക്ക് ശമനം കിട്ടിയില്ല പ്രിയപ്പെട്ടവരെ. അതുപോലെ അള്ളാഹു നമ്മളെയും സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. എന്തു വേണം? ബദർ നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയണം. എന്താ ബദർ നൽകുന്ന സന്ദേശം? ഏതൊരു പ്രതിസന്ധിയിലും പ്രയാസത്തിലും അടിയുറച്ച തവക്കുലിലൂടെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടേണ്ടത് എന്നാണ്. തൊട്ടു പിന്നിൽ പരസ്പരം കൂട്ടിമുട്ടുന്ന ആയുധങ്ങളുടെ മിന്നൽ പിണറുകളും മൂർച്ചയേറിയ ആയുധങ്ങളും അട്ടഹാസങ്ങളും ഫറോവയുടെ സൈന്യത്തിൽ നിന്ന് പുറപ്പെടുന്നു. തൊട്ടു മുമ്പിൽ ചെങ്കടലിന്റെ ആർത്തിരമ്പുന്ന തിരമാലകൾ കവർക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം നിർവികാരനായി നിൽക്കുന്ന രംഗമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ അനുയായികളോട് പറയുന്ന രംഗമുണ്ട്, ഖാലഖല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം എൻ്റെ റബ്ബ് എനിക്ക് തുറന്നു തരുമെന്നാണ്. അങ്ങനെ അടിയുറച്ച ഒരു തവക്കുൽ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്കുമുണ്ടോ? ബദറിൽ സംഭവിച്ച വിശ്വാസികളുടെ വിജയത്തിന് മധുരമായ ഒരു വിജയം നമ്മുടെ ജീവിതത്തിലും റബ്ബ് സമ്മാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വന്തം ഉപ്പ പോലും രക്ഷക്കെത്താത്ത, സ്വന്തം ഉപ്പ പോലും എതിരാളിയായി നിൽക്കുന്ന, ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം ഞാൻ നിങ്ങൾ ഒരാവർത്തി വായിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ, അല്ലെ? ആ സമയത്ത് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് രക്ഷയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? യാ നാറു കൂനീ ബർദൻ വസ്സലാമൻ അലാ ഇബ്രാഹിം എന്ന തീയിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തീയ്ക്ക് ചൂട് നൽകി അള്ളാഹു പറഞ്ഞത്, ഇബ്രാഹിമിന്റെ മേൽ തണുപ്പുമല്ലാത്ത ചൂടുമല്ലാത്ത വിദോഷ്ണമായ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് തീയിനോട് പറഞ്ഞതാരാ? അള്ളാഹുവാണ് പ്രിയപ്പെട്ടവരെ. ആ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ ഞാൻ നിങ്ങൾ ഒരുക്കമാണോ? എങ്കിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കും. ബദർ നൽകുന്ന സന്ദേശം അത് തന്നെയാണ്. ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിങ്കിലേക്ക് ഈമാനോടെ, ഇഖ്ലാസോടെ, തഖ്വയോടെ മടങ്ങാൻ കഴിയുന്ന വിശ്വാസികളായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഗൾഫ് രാജ്യങ്ങൾ മുഴുവനും പ്രതിസന്ധിയിലൂടെ, പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവിധ ആശ്വാസവും നൽകുമാറാകട്ടെ. അവരനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ അള്ളാഹു അവർക്ക് എളുപ്പം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കൾക്കെതിരെ വിശ്വാസികൾക്ക് അള്ളാഹു എങ്ങനെയാണോ ബദറിൽ വിജയം സമ്മാനിച്ചത്, ആ രൂപത്തിലുള്ള വിജയം അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക്, യഥാർത്ഥ മുത്തഖീങ്ങൾക്ക് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇൻഷാ അല്ലാഹ് ഇനി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അവസാനത്തെ 10ലേക്ക് നാം പ്രവേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് മുണ്ട് മുറുക്കിയെടുത്തിട്ടുണ്ട്. പരമാവധി ധാരാളമായി സ്വതക്കാത്തുകൾ നൽകിയിട്ടുണ്ട്. കുടുംബത്തെ സജീവമാക്കി നിലനിർത്തിയിട്ടുണ്ട്. ഇബാദാത്തുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ ഇബാദാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട്, എല്ലാ നിലക്കും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ, നോമ്പുകാരിൽ അള്ളാഹു നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പരമാവധി ധാരാളമായി അധികരിപ്പിക്കുക. ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്
പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 പ്രവേശിക്കാനും ആയുസ് കൊണ്ടും ആരോഗ്യം കൊണ്ടും ഖൈറാത്തുകളും അമൽസ്വാലിഹാത്തുകളും ധാരാളമായി അധികരിപ്പിക്കാനും അതിലൂടെ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ആഗ്രഹിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശന അനുമതി ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാവിധ ദുൽമുകളും ഷർറുകളും ഫിത്നകളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം കൊണ്ട് മായ്ച്ചു കളയുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, ഞങ്ങളുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം നൽകണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ വേദനകളും നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും നീ ദൂരീകരിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.